ടോണി മാത്യു. ഞാനൊരു കാർഡമം പ്ലാന്ററാണ്. എൻ്റെ വീട് ഇടുക്കി കട്ടപ്പനയിലാണ്. ഇതെൻ്റെ കിയ EV6 16,000 കിലോമീറ്റർ ഇപ്പം വണ്ടി ഓടി. ഇതുകൂടാതെ എനിക്കൊരു കിയ സെൽറ്റോസും കൂടെ ഉണ്ട്. EV6 എന്ന് പറയുന്നൊരു വണ്ടി ലോഞ്ച് ചെയ്തപ്പോഴേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ നമ്മുടെ എൻജോൺ കീ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പം അവിടുന്ന് എനിക്ക് ബിബിൻ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് ഇന്ന് EV6 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടു. എൻ്റെ ആവശ്യപ്രകാരം അവർ കറക്റ്റായിട്ട് എനിക്ക് രാവിലെ വണ്ടി കൊണ്ട് തന്നു. വണ്ടി കണ്ടപ്പോൾ തന്നെ ഇതൊന്നും ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു ഷേപ്പ്, അതിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക്. ആ ലുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു പോയി. പിന്നെ അതുകൂടാതെ എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് അമേസിങ്, ഒന്നും പറയാനില്ല. അടിപൊളി ഇൻറ്റീരിയർ സ്പേസ്. ഒരു ഫാമിലി എങ്ങനെ ഒരു ഫാമിലിക്ക് പോകാവോ അതിന് മാത്രമുള്ള സ്പേസ് ഈ വണ്ടികളുണ്ട്. മൂന്നാമത് എനിക്ക് ഇതിൻ്റെ പവർ ഒരു രക്ഷയില്ല. നമ്മളൊരു സ്പോർട്സ് കാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല. സ്റ്റെബിലിറ്റിയും പവറുമാണ് ഇതിൻ്റെ മെയിൻ എടുത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ ഈ കിയ EV6 എടുക്കാൻ കാരണം, ഒന്ന്, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 3 വർഷമായി. 3 വർഷം മുമ്പ് ഇവരെ എനിക്ക് ഡെലിവറി ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ 3 വർഷം കൊണ്ട് എനിക്ക് ആ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് വളരെ ചീപ്പാണ്. ഒരു പണി എനിക്ക് തന്നിട്ടുമില്ല. പിന്നെ മൊത്തത്തിൽ അവരുടെ ഷോറൂമിൻ്റെ ആ ഡീലിങ്സും അവരുടെ ആൾക്കാരുടെ പെരുമാറ്റവും നമ്മളെ അവർ കെയർ ചെയ്യുന്നതൊക്കെ അതുപോലെ ട്രീറ്റിംഗ് ആണ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിന് സർവീസായിട്ട് അങ്ങനെ വലിയതൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാനിത് 10,000 കിലോമീറ്റേഴ്സിന് പോയപ്പം എനിക്കൊരു 1000 രൂപ 1500 അതൊക്കെ ജസ്റ്റ് അലൈൻമെൻറ്റിന് മാത്രം. വേറെ ഇതിന് സർവീസ് ചാർജ് ആയിട്ട് എനിക്ക് വേറെ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പേ ചെയ്തിട്ടില്ല. ഇപ്പം വണ്ടി എടുത്തിട്ട് ഞാനൊരു 16,000 കിലോമീറ്റർ ഓടി. ഈ 16,000 കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് വണ്ടിയുടെ ചിലവെല്ലാം കൂടെ കൂട്ടിയാലും ഒരു 20,000 രൂപ ചിലവ്. അതിൽ കൂടുതൽ എനിക്ക് ഈ വണ്ടി 16,000 കിലോമീറ്റർ ഓടിയതിന് എനിക്ക് ചിലവായിട്ടില്ല.